ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പാറുവിന് കുറുക്കുണ്ടാക്കുന്നത്, അതായത് 6th മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ബേബീസിന് ഫുഡ് കൊടുത്തു തുടങ്ങുക. അപ്പോൾ നമ്മൾ ഈ കുന്നങ്കായയുടെ പൊടിയാണ് ഞാൻ വാങ്ങി ഉണക്കി പൊടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഉണ്ടാക്കണം, അതുപോലെ എത്രത്തോളം കൊടുക്കണം, അതുപോലെ കൊടുക്കേണ്ട രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സംശയമായിട്ടിരിക്കും. എനിക്കുണ്ടായിരുന്ന സംശയം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവൾക്ക് ഇത്രയും, അതായത് 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് കുറുക്കാറുള്ളത്. ആദ്യം ഫസ്റ്റ് കൊടുത്ത ടൈമിൽ ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഒക്കെ അതന്നെ ധാരാളമാണ്. അത് മൊത്തമൊന്നും കഴിക്കില്ല, അങ്ങനെയായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം, അതായത് ഇപ്പോൾ 6 മന്ത് പകുതി ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ, അതും അവരുടെ കുഞ്ഞ് സ്പൂണിൻ്റെ അളവാണ് ഞാൻ പറയണത് കേട്ടോ. അവരുടെ ആ കുഞ്ഞ് സ്പൂണിൽ 2 സ്പൂൺ നിറച്ചെടുത്തിട്ടാണ് ഞാൻ കുറുക്കാറുള്ളത്. ഇത് മൊത്തം കഴിക്കില്ല, ചില ദിവസങ്ങൾ ചിലപ്പോൾ കഴിച്ചു എന്ന് വരും, ചിലപ്പോൾ ഒന്നും പകുതിയൊക്കെ തന്നെ കഴിക്കുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇവൾക്ക് 5.5 മാസമായപ്പോൾ ചോറൂൺ സദ്യ നടത്തിയ കാരണം കൊണ്ട് നമ്മൾ അപ്പോൾ തൊട്ടിട്ട് 5.5 മാസമായപ്പോൾ തൊട്ടിട്ട് കുറുക്കൊക്കെ ലേശം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര അറിയാലോ ബേബീസിന് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനങ്കൽക്കണ്ടം, അതുപോലെ ഈ കരിപ്പെട്ടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഒരുപാട് ഇട്ടിട്ട്, അത് നല്ലോണം മധുരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫുഡും അവർക്ക് മധുരം വേണം എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം മധുരമൊന്നും ഇപ്പോഴേ ശീലിപ്പിക്കേണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു തരില്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഒരു 2-3 കട്ടയൊക്കെ വലുത് നോക്കിയിട്ട് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാനിത് ഗ്യാസിൽ വെക്കണതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കട്ടയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ കത്തിച്ച് വെക്കാറുള്ളൂ. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം തന്നെ ആക്കി കിട്ടും. അല്ലെങ്കിൽ ഈ കട്ട പിടിച്ച് സ്പൂണുമ്പോൾ പിടിച്ച് ആകെ ഒരു ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ പോലും ഞാൻ ഇങ്ങനെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ട ഉടച്ചു കൊടുത്തിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എല്ലാവരും കുറുക്കുണ്ടാക്കുമ്പോഴും ഇതിങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിപിടിക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീ സിമ്മിലിട്ടിട്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ അവൾക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഇപ്പോൾ 6.5 മാസമായിട്ടുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം പോലത്തെ രീതി, ഭയങ്കര വെള്ളമല്ല, പക്ഷെ അത്യാവശ്യം വെള്ളം പോലത്തെ ഒരു രീതിയിലാണ് കൊടുത്തു തുടങ്ങുന്നത്. ആദ്യം തന്നെ നമ്മുടെ പാല് മാറ്റിയിട്ട് നമ്മൾ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കട്ടിയിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, വെള്ളം രീതിയിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അവൾക്ക് ഭയങ്കര കട്ടിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഒരു 6 മാസമൊക്കെ തുടങ്ങിയിട്ട് പകുതിയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കട്ടിയായിട്ടില്ല, എന്നാലും അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ആക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണാണ്ട് പിന്നെ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നിർത്താണ്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് പല ടൈപ്പ്, അതായത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കാണുമ്പോൾ സത്യത്തിൽ കൺഫ്യൂഷനാണ് ആവാറ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസും കാണാം. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പോൾ നമ്മുടെ പോലെയുള്ള ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഉണ്ണികളുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അവൾക്ക് ഇത്രയും ഒരു കട്ടി പരുവത്തിലാണ് ആക്കണത്. കണ്ടില്ലേ, ഇത് ഇത്രയും ഭയങ്കര കട്ടിയിലല്ല, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ആക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പനക്കൽക്കണ്ട ചിലപ്പോൾ അലിയാണ്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും. നമ്മുടെ ശർക്കര പോലൊക്കെ തന്നെയാണ്, കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അരിച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ അരിക്കണത് ഇപ്പോൾ ചിലരരിക്കും ചിലരരിക്കില്ല. ഞാൻ എന്തായാലും എന്നും അരിക്കാറുണ്ട്. അതിൽ ആ ഒരു ഫസ്റ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ഇരിക്കണം കേട്ടോ, വെള്ളം പോലെ ആക്കി കൊടുക്കുമ്പോൾ എന്തായാലും ഇരിക്കണം. അതിൽ ആ തരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോഴും ഞാൻ അരിക്കും, കാരണം എന്താ വെച്ചാൽ പനക്കൽക്കണ്ടത്തിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും കട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും അരിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ആദ്യം ഞാൻ അവൾക്ക് മറ്റേ ബൗൾ, നമ്മുടെ സ്റ്റീലിൻ്റെ ബൗളിൽ സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷെ അവൾ ഒട്ടും കഴിക്കണില്ല. പിന്നെ എനിക്കത് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യണില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് പ്രൊഡക്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ലിങ്ക് കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകുമ്പോഴാണ് ആൾക്കാർ യൂസ് ചെയ്യുക. പക്ഷേ ഞാനിത് വീട്ടിൽ കൊടുക്കാൻ യൂസ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ആ സ്റ്റീലിൻ്റെ സ്പൂണും ഇതൊന്നും വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കുപ്പി പോലത്തെ സാധനത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൾ അത്യാവശ്യം നന്നായിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട്, കഴിക്കാനുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരിപ്പുഴ എല്ലാത്തിൻ്റെ അതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ സൈഡിൽ തന്നെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത്തിരിച്ച് എടുത്തിട്ട് അങ്ങനെ അരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അരിച്ച് കഴിയുമ്പോൾ കാണാം ഇങ്ങനെ കുഞ്ഞു കല്ലുകളോ അല്ലെങ്കിൽ കട്ടകൾ. ഇപ്പോൾ കുറുക്ക് നമ്മൾ എന്തോരം മിക്സ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും കണ്ടില്ലേ, ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും അരിക്കണതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. പലരും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ പലരും പല അഭിപ്രായമാണ് പറയണത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ താഴെയും ഇങ്ങനെ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കുപ്പിയിലേക്ക് ആക്കണത് ഞാൻ
വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ ഈ ബൗളിലേക്ക് ജസ്റ്റ് അരിച്ചെടുത്തിട്ട് ആ കുപ്പിയിലേക്ക് ആക്കി വെക്കാറുണ്ട്. എന്നിട്ട് ചിലപ്പോൾ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. സത്യത്തിൽ രാവിലെയാണ് കേട്ടോ കൊടുത്തു തുടങ്ങേണ്ടത്. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ കുറുക്ക് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് രാവിലെയാണ് കൊടുക്കുക. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുത്ത് തുടങ്ങേണ്ടത്. പക്ഷേ ഇവൾക്ക് ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ, അതായത് 5.5 മാസമായപ്പോഴോ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് രാവിലെ കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ അവൾ രാവിലെ സത്യം പറഞ്ഞാൽ കഴിക്കില്ല. അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഉറക്കം വരും. അപ്പോൾ ആ സമയത്ത് കുറുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അത് കഴിഞ്ഞ് 5 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. പക്ഷേ ആ ഉറങ്ങിയേറ്റ് കഴിഞ്ഞാലും അവൾക്ക് അത് കുറുക്കൊന്നും കഴിക്കുകയില്ല. കാരണം ഉറങ്ങുമ്പോൾ പാലൊക്കെ കുടിച്ചിട്ടായിരിക്കും ഉറങ്ങാൻ കിടക്കണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ വിശക്കാണ്ടോ എന്തോ അവൾ കഴിക്കാറില്ല, ഒട്ടും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ ഞാൻ രാവിലെ കൊടുത്തുള്ളൂ. അതും തുപ്പിയൊക്കെ കളഞ്ഞ് അങ്ങനെ നമുക്ക് കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ അവൾ കഴിക്കുക. അതായത് ഒരു 3 മണിയോ, ഇവിടെ കിടന്ന് ഉള്ളിലുണ്ട് കൈസ്, ഒരു 3 മണി ആ ഒരു സമയമാകുമ്പോൾ അവൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്താണ് ഇപ്പോൾ കൊടുക്കാറ് കേട്ടോ. എന്നാലും വാശിയൊക്കെ പിടിക്കും, ചില ദിവസം ഭയങ്കര വാശിയൊക്കെ പിടിക്കും. അപ്പോൾ അവളുടെ ടൈം അനുസരിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. രാവിലെ തന്നെ കൊടുക്കണം എന്ന് എനിക്ക് അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണമെങ്കിൽ നല്ലത് അവൾക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു ഉച്ച സമയത്ത് 1 മണിയോ അല്ലെങ്കിൽ ഒരു 3 മണിയൊക്കെ സമയം, 5 മണി കഴിഞ്ഞ് കൊടുക്കരുതെന്നാണ് പറയണത്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കൊടുക്കൂട്ടോ ഞാൻ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പിന്നെ നെഗറ്റീവ് പറയാനുള്ള സംഭവം ഇങ്ങനെ കിടത്തി കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ പണ്ട് ചെയ്യണ കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ എല്ലാവരും അത് പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം എനിക്കെന്തോ, അതായത് ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല ഗൈസ്. നിങ്ങൾ ഉണ്ണികളുള്ളത് ചിലപ്പോൾ ചില ഉണ്ണികൾ കഴിക്കും, പക്ഷേ ഇവൾ കഴിക്കില്ല. പിന്നെ കിടത്തി കൊടുക്കുന്ന സമയത്ത് അഥവാ നിറയിൽ കയറാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് നമ്മൾ അപ്പം തന്നെ എടുക്കുമല്ലോ, നമുക്ക് അപ്പം തന്നെ എടുത്ത് തട്ടൊക്കെ ചെയ്യാം. വലിയ ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കൊടുക്കാൻ പാടില്ല എന്നറിയാം, കിടത്തിയിട്ട് ഇപ്പോൾ നമ്മളതിൽ ഫുഡ് കഴിക്കുമ്പോൾ അത് നല്ലതല്ല എന്നറിയാം. പക്ഷേ അവർ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതായത് കിടത്തിയിട്ട് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ടും അവർ തുപ്പും. ഇരുത്തിയിട്ട് അപ്പോൾ ഒട്ടും അവരെ അകത്തേക്ക് അവർ കഴിക്കില്ല, അവരിങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മടിയിൽ കിടത്തിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും നിറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നമുക്ക് എടുത്ത് തട്ടാലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചില ദിവസമൊക്കെ ആണ് കഴിക്കാണ്ടിരിക്കുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ അവൾ കഴിക്കാറുണ്ട് കേട്ടോ അത്യാവശ്യമൊക്കെ. പിന്നെ ഉണ്ടാക്കിയത് മൊത്തം കഴിക്കൊന്നുമില്ല, പകുതിയൊക്കെ. പിന്നെ ഈ കുപ്പിയിലാക്കി കൊടുക്കാനുള്ള ഒരു ഇതിൽ അതിൽ ഇത്തിരിങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്പൂണൊക്കെ ഉണ്ടാക്കിയത്. ഒരു പകുതിയൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ അവൾക്ക് വേറൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇനി രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് റാഗി അങ്ങനെ ഓരോന്നോരോന്നൊക്കെ കൊടുത്തു തുടങ്ങണം. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു എനിക്കറിയാം. ഞാനും ഇതുപോലെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ തിരുത്തലോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.